വിഷയത്തിലേക്ക്. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. അത് വളരെ ആവശ്യമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന് ഒരു മുൻ അസ്തിത്വം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പലരും അത് വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു മുൻ അസ്തിത്വം ഉണ്ട് എന്ന് അവകാശപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കുന്ന ചില വചനങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ വിഷയം പഠനത്തിന് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തുവിന് ഒരു മുൻ അസ്തിത്വം ഉണ്ട് എന്നോ ഇല്ല എന്നോ വിശ്വസിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, ഒരു ദോഷവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിന് മുൻ അസ്തിത്വം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മെ ബാധിക്കുന്ന വിഷയമേ അല്ല. കാരണം നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിന്റെ, നമ്മുടെ രക്ഷയുടെ, നമ്മുടെ നിത്യജീവന്റെ പ്രത്യാശയുടെ കാര്യത്തിൽ നമ്മെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന വിഷയമേ അല്ല. യേശുക്രിസ്തുവിന് മുൻ അസ്തിത്വം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയവുമല്ല. എന്നാൽ നമ്മുടെ ഇടയിൽ തന്നെ പലപ്പോഴും പലരും ഈ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലാകുന്നത് കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ മുൻ അസ്തിത്വത്തെ കുറിച്ച് വളരെ അധികം താല്പര്യത്തോടുകൂടി ചർച്ചകളിൽ പങ്കെടുക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് യഹോവയുടെ സാക്ഷികൾ അഥവാ യഹോവാസ് വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സമൂഹം. അവരെ സംബന്ധിച്ച് യേശുക്രിസ്തു എന്ന് പറയുന്നത് പ്രധാന ദൂതനായ മീഖായേൽ ആണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പ്രധാന ദൂതനായ മീഖായേലാണ്. ആ മീഖായേൽ ആണ് യേശുക്രിസ്തുവായി വന്നത്, അയക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് യഹോവയുടെ സാക്ഷികൾ. നമ്മൾ യാതൊരു സമൂഹത്തിന്റെയും അധ്യാപനങ്ങളോട് യോജിക്കുന്നവരല്ല. നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം സുവ്യക്തമായ തെളിവോടെ തർക്കമന്യേ എന്താണോ പഠിപ്പിക്കുന്നത് അതിനെ പിന്തുടരുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ആവശ്യമായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ മാനുഷികമാണ്. അത് പലർക്കും പല നിലകളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏക സത്യ ദൈവം ആരാണ് എന്നുള്ള അറിവ്, ആ തിരിച്ചറിവ്, അത് നിത്യജീവനാണ് എന്ന് വളരെ കൃത്യമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ദൈവപുത്രൻ പറഞ്ഞിരിക്കെ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ്, ഓൺലി ട്രൂ ഗോഡ്, ഒരേ ഒരു സത്യദൈവം എന്ന അടിസ്ഥാന ദൈവശാസ്ത്ര വിഷയത്തിലെ ചുവടുറപ്പാണ് നമ്മുടെ നിത്യജീവന്റെ ആധാരം. യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ് ഒരേ ഒരു സത്യദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ അതിൽ നിലനിൽക്കുന്നത് നമ്മുടെ നിത്യജീവന്റെ അടിസ്ഥാന ഘടകമാണ്. ആയതിനാൽ
നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവനിലായിരിക്കാൻ യേശുക്രിസ്തു പഠിപ്പിച്ച, യേശുക്രിസ്തുവിലൂടെ ലഭിച്ചതായ അറിവിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി യേശുക്രിസ്തുവിന് ഒരു മുൻ അസ്തിത്വമുണ്ട് എന്ന് വാദിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നായി വിശകലനം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് വിശദമായ പരിശോധനയിലൂടെ നാം പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പഴയ നിയമത്തിൽ നിന്നും അവർ എടുക്കുന്നതായ ഒരു വാക്യം മീഖ 5:2 നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മീഖ 5:2. മീഖ 5:2 തുടക്കം വായിക്കും. ഇസ്രായേൽ അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? നീയോ ബേത്ലഹേം എഫ്രാത്തേ, വാക്യ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉദ്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിട്ടുപോകരുത്. അതിന് പ്രാരംഭമായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. ഇത് നടക്കുവാനിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉത്ഭവിച്ചു വരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നടക്കാനിരിക്കുന്ന ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണത്. എന്നിട്ട് തുടർന്ന് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ രണ്ടാമത്തെ ഭാഗം ആണ് ഇവരെടുക്കുന്നത്. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ എന്ന ഭാഗം എടുത്തിട്ട് യേശുക്രിസ്തുവിന് മുമ്പേ ഒരു ഉത്ഭവമുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പണ്ടേ ഉത്ഭവിച്ചതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എവിടെയാണ് അത് എഴുതിയിരിക്കുന്നത്? അവൻ പണ്ടേ ഉത്ഭവിച്ചതാണ് എന്ന് അവിടെ ഞാൻ എഴുതിയിട്ടില്ല. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പണ്ടേ ഉത്ഭവിച്ചതാണ് എന്നല്ല, മറിച്ച് അതിന് തൊട്ട് മുൻപേ പറഞ്ഞിരിക്കുന്ന നടക്കാനിരിക്കുന്ന ഉത്ഭവം, ആ നടക്കാനിരിക്കുന്ന ഉത്ഭവത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പണ്ടേയുള്ളതും പുരാതനമായതുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് ദൈവീക പദ്ധതിയിൽ പണ്ടേയുള്ളതാണ്. അത് ദൈവീക പദ്ധതിയിൽ പുരാതനമായതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രവചിച്ച മീഖ ജീവിച്ചിരുന്ന കാലഘട്ടം, അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെയും പ്രവാചകന്മാരോടുമായി യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്ത സംഗതിയുടെ നിവൃത്തിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-18 വാക്യങ്ങളിൽ
മോശെ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. തന്നോട് യഹോവയായ ദൈവം അരുളി ചെയ്ത സംഗതിയെ അവിടെ മോശ എടുത്തു പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്തത് മോശ പറയുകയാണ്, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. അപ്പോൾ ഇവിടെ എന്താണ് യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്തത്? ഞാൻ അവർക്ക് നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനം അവന്റെ നാവിന്മേൽ ആക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ച് മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്തത് മോശ ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞതാണ്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്നുള്ളത് ഉറപ്പിക്കുന്നത് പുതിയ നിയമത്തിൽ നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3:22 യേശുവിനോടൊപ്പം നടന്ന അപ്പോസ്തലന്മാർ ഈ വിഷയം എടുത്തു പറയുന്നുണ്ട്. മോശെ ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ കാര്യം അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് വായിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്തതാണ് സംഭവം. മോശ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് മീഖ എന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കുക തന്നെ വേണം. അപ്പോൾ മീഖയെ സംബന്ധിച്ച് ഈ പ്രവാചകനെ കുറിച്ചുള്ളതായ, അവനെ യഹോവയായ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ളതായ വാഗ്ദത്തം പണ്ടേയുള്ളതും പുരാതനമായതുമാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 22-ന് ശേഷമുള്ള വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 3-ന്റെ അതിനടുത്തത്. അത്രയുമല്ല ശമൂവേൽ ആദിയായ പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. അപ്പോൾ മോശെ മാത്രമല്ല, ശമൂവേലാദിയായ പ്രവാചകന്മാരിലൂടെയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. ഉൽപ്പത്തി മുതൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ദൈവമായ യഹോവ എഴുന്നേൽപ്പിക്കുന്ന ഈ മശിഹയെ കുറിച്ചുള്ള വാഗ്ദത്തം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുവന്റെ ഉത്ഭവത്തെക്കുറിച്ച് ദൈവിക പദ്ധതിയിൽ പണ്ടേയുള്ളതും പുരാതനമായതുമാണ് എന്ന് മീഖ പറഞ്ഞതിനകത്ത് അതിശയിക്കാനൊന്നുമില്ല. അവൻ ഉത്ഭവിച്ചു വരുന്നത് എവിടെ നിന്നാണ് എന്നുള്ള സൂചനയാണ് അവിടെ മീഖ നൽകുന്നത്. ആ ഉത്ഭവിച്ചു വരുന്ന സ്ഥലത്തെക്കുറിച്ചുള്ളതാണ് അവിടെ നൽകുന്നത്. ആ ഉത്ഭവം ദൈവിക പദ്ധതിയിൽ പണ്ടേയുള്ളതാണെന്നാണ് ആ വചനം സൂചിപ്പിക്കുന്നത്. അതല്ല എന്നാരെങ്കിലും തർക്കിച്ചാൽ അവൻ പണ്ടേ ഉത്ഭവിച്ചതാണെന്നും ബൈബിളിൽ കാണിക്കേണ്ടി വരും. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതുമെന്നാണ്, അല്ലാതെ അവൻ പണ്ടേ ഉത്ഭവിച്ചതാണ് എന്നും ഇനിയും അവൻ ഒരു ഉത്ഭവം കൂടി ഉണ്ടെന്നുമൊന്നും മീഖ പറഞ്ഞിട്ടേയില്ല. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം യേശുവിനെ അന്വേഷിച്ചു വന്ന വിദ്വാൻമാർ ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ അന്വേഷിച്ചെത്തിയപ്പോൾ ക്രിസ്തു എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച്
അവർ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോൾ നമ്മൾ ഇവിടെ വായിച്ച മീഖായുടെ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഉദ്ധരിച്ചിരിക്കുന്നതായി നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ 3-ാം വാക്യം മുതൽ മത്തായി 2:3 മുതൽ വായിക്കാം. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമും ഒക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന് എഴുതിയിരിക്കുന്നത് അവരവിടെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇസ്രായേലിലെ മഹാപുരോഹിതന്മാരും പ്രമാണിമാരും ഒക്കെ പ്രവാചക ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ചിട്ട് അതിൽ നിന്നും രാജാവിന് മറുപടി കൊടുക്കുന്നത് നമ്മൾ അവിടെ കാണുന്നു 6-ാം വാക്യത്തിൽ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അവൻ പുറപ്പെട്ടു വരുന്നത് അവിടെ നിന്നാണ്, യഹൂദ്യദേശത്തിലെ ബേത്ലഹേമിൽ നിന്നാണ് എന്നുള്ളത് ഇവർ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ലാതെ യേശുക്രിസ്തു പണ്ടേ ഉത്ഭവിച്ചതാണ് എന്ന് ബൈബിളിൽ ഒരു വാക്യവും ഇല്ല. ഇനിയാണ് നമ്മൾ യേശുക്രിസ്തു ഉത്ഭവിച്ചത് എന്നാണ്, എങ്ങനെയാണ് എന്നുള്ളതിന്റെ ബൈബിൾ ഭാഷ്യം മനസ്സിലാക്കുന്നത്. അതിനായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. ഇവിടെ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ അമ്മ മറിയത്തിന്റെ അടുത്തേക്ക് വരുന്ന ദൂതനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നൊക്കെ പറഞ്ഞ് മറിയത്തോട് സംസാരിക്കുന്ന ആ ദൂതനോട് ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ചോദിക്കുന്നതിനുള്ള മറുപടിയായി ദൂതൻ മറിയത്തോട് പറയുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. 35-ാം വാക്യം വായിക്കുക. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. കേൾക്കണേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരികയും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുകയും ചെയ്യുകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. മനസ്സിലായോ? അവിടെയാണ് ഉത്ഭവം നടക്കുന്നത്. മറിയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി മറിയത്തിന്റെ മേൽ നേടുകയും ചെയ്യുന്നതിലൂടെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ ഉത്ഭവം നടക്കുന്നത് മറിയത്തിന്റെ മേൽ എന്നാണോ പരിശുദ്ധാത്മാവ് വന്നത്, അത്യുന്നതന്റെ ശക്തി ആയതിലൂടെ നേരിട്ടത് അന്നാണ്, അതിലൂടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ബൈബിൾ സുവ്യക്തമായി നമുക്ക് തരുന്ന തെളിവാണ്. അപ്പോൾ അതിനു മുൻപേ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരാളെ വിശുദ്ധ വേദപുസ്തകത്തിൽ അതിനു മുൻപ് ഒരിടത്തും കാണുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലാണ്. ഇനി ഒന്നുകൂടി നമ്മൾ അപ്പുറത്തേക്ക് പോയാൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യഭാഗങ്ങളിൽ അവിടെ ഉൽപാദനം നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ പദങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കണം. ഉത്ഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഉൽപാദനം നടന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്,
യോസഫിനോട് ദൈവത്തിന്റെ ദൂതൻ കൊടുക്കുന്ന മറുപടിയാണ്. വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യഭാഗങ്ങൾ നിർത്തി വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. ശ്രദ്ധിക്കണേ, യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. ഏവണ്ണമായിരുന്നു? അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കെ അവർ കൂടി വരും മുൻപേ പരിശുദ്ധ ആത്മാവിനാൽ ഗർഭിണിയായി. മറിയം പരിശുദ്ധ ആത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടിട്ട് അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്താതെ ഇരിക്കേണ്ടതിനും അതിന് മനസ്സില്ല യോസഫിന്. എന്നിട്ട് അവളെ ഗൂഢമായി രഹസ്യമായി നാട്ടുകാരും ലോകക്കാരും ഒന്നും യാതൊരു കഥകളും അറിയണ്ട, ഇവൾ എന്നിൽ നിന്നല്ല ഗർഭിണിയായതെന്ന് ഒന്നും നാട്ടുകാർ അറിയണ്ട, എന്തായാലും അവൾക്ക് ലോക അപവാദം ഉണ്ടാകാതെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ നിശ്ചയിച്ചിരിക്കെ ദൈവത്തിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട്, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയത്തെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധ ആത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ തന്റെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. മറിയത്തിൽ ഉൽപാദിതമായ വിശുദ്ധ പ്രജയാണ് യേശു ക്രിസ്തു എന്ന പേരിൽ ഈ ലോകത്തിൽ അറിയപ്പെട്ടത്. മറിയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നത ശക്തി മറിയയുടെ മേൽ നിഴലിടുകയും ചെയ്തതിലൂടെ ഉത്ഭവിച്ച വിശുദ്ധ പ്രജ. യേശുക്രിസ്തുവിന്റെ ഉത്ഭവം മറിയത്തിലാണ് നടന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം അരക്കിട്ടുറപ്പിക്കുന്നു, അടിവരയിട്ട് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം നടക്കുന്നത്, അവൻ ഉൽപാദിതമായത് മറിയത്തിൽ പരിശുദ്ധാത്മാവിനാലാണെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം അരക്കിട്ടുറപ്പിക്കുമ്പോൾ യേശുക്രിസ്തു എന്നൊരാളെ അതിനു മുൻപേ ബൈബിളിൽ കാണുവാനില്ലാതിരിക്കെ അവൻ പണ്ടേ ഉത്ഭവിച്ചതാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കാതിരിക്കെ ഇവരുടെ ഒന്നാമത്തെ വാദം അവിടെ തീരുകയാണ്. യേശുക്രിസ്തു എന്ന വ്യക്തി ഉത്ഭവിച്ചത് വിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിലാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അവരുടെ വാദം അവിടെ തീരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ നിയമത്തിലെ ഒരു വചനഭാഗത്തേക്കാണ്. നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 58-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യം. യോഹന്നാൻ 8-ന്റെ യേശു അവളോടെന്നാണ്. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് യേശു പറഞ്ഞ ഒരു സമയം എവിടെയാണ്? അബ്രഹാമിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം അബ്രഹാമിനെ കുറിച്ച് അവിടെ ഇവര് നിനക്ക് അബ്രഹാമിനേക്കാൾ പ്രായമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിലൂടെയാണ് യേശു അങ്ങനെ ഒരു മറുപടി പറയുന്നത്. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞ ഞാൻ അബ്രഹാമിന് മുൻപേ ഉണ്ട് എന്നുള്ളതാണ് യേശു ഇവിടെ പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞ ഞാൻ എന്നത് ഈ യേശുക്രിസ്തു തന്നെയാണ് എന്നുള്ളതാണ് പൊതുധാരണ. അങ്ങനെ ചിന്തിക്കുന്നതിന് അവരെ കുറ്റം പറയാനും കഴിയുകയില്ല. അപ്പോൾ ഇവിടെ ഞാനീ പറയുന്നതിനകത്ത് ഇത് എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ പറയുന്നത്. യേശു പറഞ്ഞ ഞാൻ
അത് ചിന്തനീയമാണ്. ഞാൻ ആ വിഷയത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൊണ്ടുവരുന്ന വാദത്തിൽ ഞാൻ അബ്രഹാമിന് മുൻപേ ഉണ്ട് എന്ന് യേശു പറയുമ്പോൾ, ഈ പറയുന്ന യേശു ഉത്ഭവിച്ചത് മറിയത്തിന്റെ ഉദരത്തിലാണ്. മറിയം അബ്രഹാമിന് മുൻപേ ഉള്ള ഒരു വ്യക്തിയല്ല. യേശുവിന്റെ ജനനം മറിയത്തിന്റെ ഉദരത്തിലാണ്. മറിയം അബ്രഹാമിന് മുൻപേ ഉള്ള ഒരു വ്യക്തിയല്ല. അപ്പോൾ പിന്നെ യേശു പറഞ്ഞ ഞാൻ എന്താണ് എന്നുള്ള യേശുവിന്റെ ഞാൻ എന്ന പ്രസ്താവനകളെ ഞാൻ മുന്നോട്ടെടുത്ത് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് ഞാനൊന്ന് പോയി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറയുന്ന ഞാൻ എന്നതിന്റെ ചില പ്രത്യേകതകളെ ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 41-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 41-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് എന്ന് യേശു പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസഫിന്റെ പുത്രനായ യേശുവല്ലേ? ഇവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുവെന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശു അവരോട് നിങ്ങൾ തമ്മിൽ പിറുപിറുക്കണ്ട, അവിടെ നിൽക്കേ. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം, ഈ അപ്പം ഈ നിൽക്കുന്ന യേശുക്രിസ്തുവാണ് എങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാര്യങ്ങൾ വളരെ ചിന്തനീയമാണ്. 48-ാം വാക്യം വായിക്കാം. യോഹന്നാൻ 6:48. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന നിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. യേശു ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായോ? ശരിക്കും വായിച്ചു നോക്കണം. യേശു പറയുന്ന ഈ അപ്പമുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന ഞാൻ, യേശു അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 48-ാം വാക്യം ശരിക്കും വായിച്ചോണം. ഇതോ അതേതാണ്? യേശു ആ പറഞ്ഞ അപ്പം ഈ യേശുവാണോ, അതോ യേശു അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുക? യേശു പറയുന്നത് താൻ അവിടെ ഈ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആ അപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞ ഞാൻ എന്താണ്? ഇനി 50-ാം വാക്യം വായിച്ച് യോഹന്നാൻ 6:50. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നേ യേശു സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് തിന്നാനുള്ളതാണ്. അത് തിന്നുന്നവർക്ക് എന്നേക്കും ജീവൻ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് യേശു അവിടെ പറയുന്നത്. ഇനി 51-ാം വാക്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. അപ്പൊ എന്നേക്കും ജീവിക്കണമെങ്കിൽ ഈ അപ്പം തിന്നണം. എന്നിട്ട് തുടർന്ന് യേശു പറയാണ്, ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. അവിടെ മാംസത്തിലേക്ക് എത്തി. മനസ്സിലായോ? അവിടെ മാംസത്തിലേക്ക് എത്തി. തുടർന്ന് യേശു താഴോട്ട് വരുമ്പോൾ പറയുന്നത് 53-54 വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ
നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ യേശുവാണ്, യേശു പറഞ്ഞ ഞാൻ എങ്കിൽ ആ നിൽക്കുന്ന യേശുവിനെ കടിച്ചു പറിച്ച് തിന്നുകയും ആ യേശുവിന്റെ രക്തം കുടിക്കുകയും വേണം. യേശു ഇത് പറഞ്ഞിട്ട് കേട്ട യഹൂദന്മാർ വിചാരിച്ചത് ഈ നിൽക്കുന്ന യേശുവാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്നാണ് യേശു പറയുന്നതെന്നാണ്. ആ യേശുവിന്റെ ആ നിൽക്കുന്ന ആ മനുഷ്യന്റെ ശരീരം തിന്നുകയും കുടിക്കുന്നതിനെയും കുറിച്ചാണ് യേശു പറഞ്ഞതെന്നാണ് ഇത് കേട്ട യഹൂദന്മാർ തെറ്റിദ്ധരിച്ചത്. ആ യഹൂദന്മാർ മാത്രമല്ല, യേശുവിന്റെ ശിഷ്യരായിരുന്ന അനേകരും ഇത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് ധരിച്ചിരുന്നത്. യോഹന്നാൻ 6:58 വായിച്ച്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. 58 വായിച്ചത്. ഓക്കെ, അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം കൂടെ വായിച്ചു. 57 വായിച്ചേ. ആകയാൽ യേശു മന്ദിരങ്ങളോട് അതിന്റെ 56 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. കാരണം എന്താണ്? യേശു പറഞ്ഞ ഞാൻ എന്നത് ഈ നിൽക്കുന്ന യേശുവാണെന്നും ആ യേശുവിന്റെ മാംസം തിന്നുകയും ആ യേശുവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ജീവൻ കിട്ടുന്നതെന്നുമൊക്കെയുള്ള യേശുവിന്റെ പഠിപ്പിക്കൽ ആണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ട് യേശുവിനെ വിട്ടുപോകുവാൻ തുടങ്ങിയ ആളുകൾ. അവനോടുകൂടെ സഞ്ചരിക്കാൻ പോലും അവർ തയ്യാറായില്ല. അപ്പോൾ യേശു പറഞ്ഞ ഞാൻ അതൊന്നുമല്ല എന്ന് യേശു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവിടെ ആണ് യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിമോൻ പത്രോസ് അങ്ങോട്ട് കൊടുക്കുന്ന മറുപടിയുണ്ട്. വായിക്കാം. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. മനസ്സിലായോ? യേശു പറഞ്ഞതിനെ കൃത്യമായി ഗ്രഹിച്ച, യേശു പറഞ്ഞ ഞാൻ എന്നതിനെ കൃത്യമായി ഗ്രഹിച്ച ശിമോൻ പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങൾ നിന്നെ വിട്ടിട്ട് ആരുടെ അടുക്കൽ പോകും? അപ്പോൾ നിത്യജീവന്റെ വചനമാണ് യേശു കൊടുക്കുന്ന ഭക്ഷിക്കാനുതകുന്ന മാംസരക്തങ്ങളെന്ന് വിശേഷിപ്പിച്ചതും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. യേശു ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞ ഞാൻ എന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം അത് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ അപ്പം ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഭക്ഷിപ്പാൻ യോഗ്യമാണ്. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ടല്ലോ, 68-ാം വാക്യം. 63-ാം വാക്യം. 63-ാം വാക്യം. ഇവിടെയാണ് യേശു താൻ ഇതുവരെ പറഞ്ഞ ഞാൻ എന്നതും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ആ ഞാൻ എന്താണ് എന്ന് യേശു പറയുന്നത് 63-ാം വാക്യത്തിൽ വായിക്കും. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യേശു സംസാരിച്ച വചനങ്ങളാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അപ്പവും എന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. എനിക്കിതാണ് ബോധ്യപ്പെട്ടത്. അതല്ലാതെ അക്ഷരികമായി മനുഷ്യരുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന ഈ യേശുവാണ്
താൻ പറഞ്ഞ ഞാൻ എന്നല്ല ഞാൻ ഈ തിരുവെഴുത്തുകൾ ആധാരമാക്കി മനസ്സിലാക്കുന്നത്. അതല്ല യേശു പറഞ്ഞ ഞാൻ എന്നത് ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന യേശുവാണെങ്കിൽ അക്ഷരീകമായി ഈ യേശുവിനെ കടിച്ചു പറിച്ചു തിന്നുകയും ആ യേശുവിന്റെ രക്തം കുടിക്കുകയും വേണം. ഇത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 58-ാം വാക്യത്തെക്കുറിച്ചുള്ള തുടർ പഠനത്തിൽ നിന്നും വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്ന യേശു പറഞ്ഞ ഞാൻ എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. വിയോജിപ്പുള്ളവർക്ക് വിയോജിക്കുന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇതൊന്നും ആരെയും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യവും എനിക്കില്ല. പക്ഷെ ഞാനിത് പറയുന്നതിന്റെ കാരണം താർക്കികന്മാർ മുന്നോട്ട് വയ്ക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യേശു എന്ന വ്യക്തി അബ്രഹാമിന് മുൻപേ ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന ഈ യേശു മറിയത്തിന്റെ ഉദരത്തിലാണ് ഉൽപ്പാദിതമായത്, മറിയത്തിന്റെ ഉദരത്തിലാണ് ഉത്ഭവിച്ചത്. അത് പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ വരികയും അത്യുന്നത ശക്തി മറിയത്തിന്റെ മേൽ നേരിടുകയും ചെയ്തതിലൂടെയാണ് എന്ന് വ്യക്തമാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ യേശുവിനെ അക്ഷരീകമായി കടിച്ചു പറിച്ച് തിന്നേണ്ടി വരും, ജീവൻ വേണമെങ്കിൽ. പക്ഷേ അങ്ങനെയല്ല. ജീവിപ്പിക്കുന്നത് മാംസമല്ല, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, മറിച്ച് ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. യേശു അവരോട് സംസാരിച്ച വചനങ്ങളാണ് ആത്മാവും ജീവനുമെന്ന് വളരെ കൃത്യമായി അവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട്. അവിടെയോ പത്രോസ് ശ്ലീഹ അതിന് മുകളിൽ പറയുന്നത് നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. യേശു അതിന് മുകളിൽ പറയുന്നത് ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്നേക്കും ജീവിക്കുവാനുള്ള നിത്യജീവന്റെ അപ്പം ആണ് യേശു അതുവരെ പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം, ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന അപ്പം. അത് തിന്നുന്നവനാണ് എന്നേക്കും ജീവിക്കുന്നത്. ഇനി യേശു പറഞ്ഞ വചനങ്ങൾ നിത്യജീവനാണ് എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു വചനഭാഗം കൂടി അതിനോട് ചേർത്ത് നമുക്ക് പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48-49 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പിതാവിന്റെ വചനങ്ങളെ, പിതാവിന്റെ അരുളപ്പാടിനെ, പിതാവിന്റെ കൽപ്പനയെ നിത്യജീവൻ എന്ന് യേശുക്രിസ്തു വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവന്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാണ് അവിടെ യേശുക്രിസ്തു പറയുന്നത്. വായിച്ചോളൂ. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനങ്ങൾ തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. യേശു സംസാരിച്ച വചനമാണ് ഒടുക്കത്തെ നാളിലെ വിധികർത്താവ് എന്ന് യേശുക്രിസ്തു അവിടെ പറയുന്നു. തുടർന്ന് യേശുക്രിസ്തു ആ വചനം എന്താണെന്ന് പറയുകയാണ്. ഞാൻ സ്വയമായി സംസാരിക്കാതെ എന്നെ അയച്ച പിതാവ് എന്നോട് ഞാൻ ഇന്നത് സംസാരിക്കണമെന്നും ഇന്നത് പറയണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. പിതാവിന്റെ കൽപ്പന, പിതാവിന്റെ അരുളപ്പാട് നിത്യജീവനാണ് എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. ഈ നിത്യജീവന്റെ വചനങ്ങൾ യേശുവിന്റെ പക്കലുണ്ട് എന്നാണ് യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലനായ പത്രോസ് യേശുവിനോട് പറയുന്നത്. കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിൽ ഇരുന്നതും സ്വർഗത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നതുമായ ജീവന്റെ അപ്പം എന്നത് യേശുക്രിസ്തുവിലൂടെ ജനങ്ങൾ കേട്ട
പിതാവിന്റെ വചനമാണ് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഈ യോഹന്നാൻ 8:58 മറ്റൊരു മറുപടി കൂടി നമ്മുടെ മുൻപിലുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം അവിടെ വേണമെങ്കിൽ നമുക്ക് കൗണ്ടറായി ഉപയോഗിക്കാവുന്നതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇതെന്താണ് നമ്മെ സൂചിപ്പിക്കുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പ് പൗലോസ്ലീഹ ഉണ്ടായിരുന്നോ? ഈ പൗലോസ്ലീഹ ആരോടാണോ അഡ്രസ് ചെയ്യുന്നത് അവർ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു? ഇല്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഉള്ളതിനെയല്ല തിരഞ്ഞെടുക്കുക, ഇല്ലാത്തതിനെ എങ്ങനെ തിരഞ്ഞെടുക്കും? അപ്പൊ പൗലോസ്ലീഹ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നും ലോകസ്ഥാപനത്തിന് മുമ്പേ പൗലോസ്ലീഹയെ തിരഞ്ഞെടുത്തതാണ് എന്നും പൗലോസ്ലീഹ പറയുന്നു. തർക്കിക്കാൻ പറ്റുമോ? ഇവിടെയാണ് ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിന്റെ പദ്ധതിയിൽ പൗലോസ്ലീഹയുമുണ്ട്, നമ്മൾ ഓരോരുത്തരുമുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. ദൈവത്തിന്റെ പദ്ധതിയിൽ, മനസ്സിലായോ? അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിലെ തിരഞ്ഞെടുപ്പിൽ പൗലോസ്ലീഹയുണ്ട്. യേശുക്രിസ്തുവിലൂടെ വചനം കൈക്കൊണ്ട് ജീവങ്കിലേക്ക് പോകുന്ന സകലരുമുണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 58-ാം വാക്യത്തിൽ അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന ആ പോയിന്റ് വെച്ചുകൊണ്ട് യേശു പറഞ്ഞതിന് നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാവുന്നതാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ ക്രിസ്തുവുണ്ട്, അബ്രഹാമിന് മുൻപേ ഉണ്ട്. ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് ദൈവിക പദ്ധതിയിൽ മശിഹയുണ്ട്. അക്ഷരീകമായി മശിഹയുടെ ജനനം നടക്കുന്നത് വിശുദ്ധ മറിയത്തിലാണ് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം തെളിവായി നമ്മെ പഠിപ്പിക്കുന്നു. അതിനു മുൻപേ ഉള്ളതെല്ലാം മശിഹയുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്, ദൈവിക പദ്ധതിയുടെ വെളിപ്പാടാണ്. ദൈവിക പദ്ധതി പ്രവാചകന്മാരിലൂടെയും മറ്റുമായി ദൈവം വെളിപ്പെടുത്തിയതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. സമയം മുന്നോട്ട് പോകുന്നതിനാൽ ഞാൻ ഇന്നത്തെ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ തുടർച്ച അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആകയാൽ പ്രിയരെ, നമ്മെ തെറ്റിച്ച് കളയുവാൻ ശ്രമിക്കുന്നവരെ നാം സൂക്ഷ്മതയോടെ കാണേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ച് യേശുവിന്റെ പ്രീ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല, നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവർത്തനം 29:29 വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവമായ യഹോവയ്ക്കുള്ളതാകുന്നു, വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, സുവ്യക്തമായ തെളിവോടെ അറിയിച്ചു തന്നിരിക്കുന്നതായ കാര്യങ്ങൾ നമുക്കും നമ്മുടെ തലമുറകൾക്കും അനുസരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ബൈബിൾ തെളിവായി പറയാത്ത കാര്യങ്ങളിൽ തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുക്കൽ തർക്കിക്കാനും വാദിക്കാനും വരുന്ന ആളുകൾ വരുന്നത്
അവർക്ക് അടിസ്ഥാനപരമായി യേശുക്രിസ്തുവിനെ അയച്ച പിതാവെന്ന ഒരേ ഒരു സത്യദൈവമല്ലാതെ മറ്റൊരു സത്യദൈവവും ഇല്ല എന്ന ബൈബിൾ സത്യത്തെ ഖണ്ഡിക്കുവാൻ കഴിയില്ലാതെ വണ്ണം അവർ തർക്കങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സമയം അപഹരിക്കുവാൻ വേണ്ടി കാണിക്കുന്ന കസർത്തുകളി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ വേദപുസ്തകം സുവ്യക്തമായ തെളിവോടെ നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അയച്ച പിതാവ് എന്ന ഒരേ ഒരു സത്യദൈവമേ ഉള്ളൂ. ഈ തിരിച്ചറിവ് നിത്യജീവനാണ് എന്ന് ദൈവത്തിന്റെ പുത്രൻ അറിയിച്ചു തന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ സുവ്യക്തമായ തെളിവോടെ നിൽക്കുമ്പോൾ ദൈവമോ ഒരുത്തൻ മാത്രമെന്നും ദൈവം ഏകനല്ലോ എന്നും ദൈവം ഒരുവനെന്നും വളരെ സുവ്യക്തമായ തെളിവോടെ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുൻപിലേക്ക് ഒരേ ഒരുവൻ മാത്രമായ ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് പകർന്നു തന്നിരിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കുവാൻ വഴിയില്ലാതെ വണ്ണം അലഞ്ഞു പോകുന്ന ആളുകൾ തർക്കങ്ങൾ ഉണ്ടാക്കി വെറുതെ സമയം അപഹരിക്കുവാൻ ശ്രമിക്കുന്ന കസർത്ത് കളികൾ മാത്രമാണ് ഈ പ്രീ എക്സിസ്റ്റൻസും ഈ അബ്രഹാമിന് മുമ്പേ യേശു ഉണ്ടെന്ന വാദവും അതുപോലെ അവൻ പണ്ടേ ഉത്ഭവിച്ചതാണെന്നും അവന് പണ്ടേ വേറൊരു ഉത്ഭവം ഉണ്ടെന്നും രണ്ടാമത്തെ ഉത്ഭവമാണ് മറിയത്തിന്റെ ഉദരത്തിലുണ്ടായതെന്നും ഒക്കെയുള്ള വികലമായ വാദങ്ങൾ എന്ന് പറയുന്നത് വെറുതെ സമയം അപഹരിക്കുവാനുള്ള അവിടെ തന്ത്രങ്ങൾ മാത്രമാണ്. ആകയാൽ പ്രിയരെ, നാം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുകയും നിത്യജീവന്റെ പ്രത്യാശയുള്ളവരായി ഒരുക്കത്തോടെ നിത്യജീവങ്കിലേക്കുള്ള നമ്മുടെ ചുവടുകളെ ദൃഢമായ ചുവടുകൾ വെച്ചുകൊണ്ട് ഒരുത്തരാലും തെറ്റിക്കപ്പെടാതെ വണ്ണം സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ നമുക്കിടയാകട്ടെ. നിത്യജീവന്റെ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളയാതെ വണ്ണം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് തെല്ലും വ്യതിചലിക്കാതെ വണ്ണം സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കൃപയിൽ നിൽക്കുവാനിടയാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. തോമസ് കൂടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും